ബിഗ് ബോസ് അഗ്നിപരീക്ഷ സീസൺ 1 എപ്പിസോഡ് നമ്പർ 9 and 10. ഇപ്പൊ 2 എപ്പിസോഡിന്റെ ഒക്കെ ഒപ്പീനിയൻ പറയേണ്ട അവസ്ഥയില്ല, കാരണം അത്ര വെറുപ്പിക്കലായിരുന്നു ഇന്നത്തെ. അതായത് ഞങ്ങൾ ഇപ്പോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നാളത്തെ പോവും. എപ്പിസോഡ് 10 അടിപൊളിയായിരുന്നു. 10 നന്നായിരുന്നു, കാരണം 10ത്തെ എപ്പിസോഡിൽ കുറച്ചും കൂടി ഒരു ഫയർ ഉണ്ടായിരുന്നു. ഫൈനൽ 12 ആയപ്പോ എല്ലാരും ഒന്ന് ഓപ്പൺ അപ്പ് ആയി, കുറച്ചും കൂടി ആ ഒരു ബിഗ് ബോസ് സ്ഥാനത്തിലേക്ക് കുറച്ചും കൂടി അവർ വന്നു. 9ാമത്തെ എപ്പിസോഡൊക്കെ ഷോക്കാണ്. നാദിർ ഉള്ളത് കൊണ്ട് നാദിറിനൊക്കെ വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ട് 2 വാക്ക് പറയുന്നു. നാദിറിനെ പൊക്കി പറയുന്നതിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പൊക്കി പറയാൻ മാത്രം ഉണ്ട്. അറിയോ, ആ കല്ലുഴുങ്ങി റിയാസിനോട് കൊണ്ടുപോയി വെക്കുന്നേക്കാൾ നല്ലത് രാജകുമാരിയായ നാദിറിനോട് ജഡ്ജാക്കുന്നതായിരുന്നു. ബിഗ് ബോസ് പ്ലീസ് നോട്ട് ഡൗൺ. അടുത്ത വട്ടെങ്കിലും ആ റിയാസിനെ മാറ്റിയിട്ട് നാദിറിനോട് ഇരുത്തിയ കുറച്ചും കൂടി എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു. ഞാൻ നാദിറിനെ എപ്പോ കാണുമ്പോൾ പറയും ഒന്നൊരു തഗ് പറയും, എനിക്ക് ആറ്റിറ്റ്യൂഡ് അനാവശ്യമായി പിടിച്ചിരിക്കില്ല. പറയാനുള്ളത് എന്താണെങ്കിലും വിളിച്ചു പറയും. അതിനകത്തൊരു കുറച്ച് ഫണ്ട് തഗ് കാര്യങ്ങളും ഉണ്ടാവും, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ പറയാ, അതൊരു ഷോന്റെ പെർസ്പെക്റ്റീവ് ദാറ്റ് ഈസ് ഗുഡ്. അല്ലാതെ ഇത് ചുമ്മാ ഒരു ഫേക്ക് ക്യാരക്ടർ പിടിച്ചിട്ട് ജാട പിടിച്ച് ഒരാളെ കൊണ്ടുവന്നിരുത്തിയിട്ട് ദർ ഇസ് നോ യൂസ് ഓഫ് ഇറ്റ്. ആകെ എനിക്ക് തോന്നുന്നത് ഇന്നലത്തെ എപ്പിസോഡിൽ ഒരു ആക്ടിങ്ങിന്റെ സാധനം, അതായത് ബിഗ് ബോസിലേക്ക് സിനിമ മോഹിച്ചുകൊണ്ട് ആരും കയറി വരണ്ടെന്നുള്ളൊരു സാധനം മാത്രമാണ് ഇത്രകാലം പറഞ്ഞൊരു പോയിന്റ് ആയിട്ട് തോന്നിയത്. ആ പ്രണവങ്ങാട് എലിമിനേറ്റ് ആയ സമയത്ത് ഈ സിനിമാ മോഹമായിട്ട് വരുന്ന ആൾക്കാർ ഗുഡ് ലുക്കിംഗ് ആയിട്ട് മാത്രം നിന്ന് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഉപകാരമില്ലാത്ത ബിഗ് ബോസ് അതുള്ളത് തുറന്നു പറഞ്ഞു. അറിയോ, അത് കറക്റ്റ് സാധനം. കാരണം സിനിമ മോഹിച്ചു വന്നവർക്കൊന്നും സിനിമ കിട്ടിയതുമില്ല. അല്ല, സിനിമയിലുള്ളവർക്ക് അവസാനം സിനിമയും കയ്യിന്ന് പോയി. ആ അവസ്ഥയാണ് ബിഗ് ബോസിൽ വന്നു പോയ. അത് മാത്രമാണ് ഒരു പോയിന്റ് ചെക്കായി പറഞ്ഞിട്ടുള്ളത്. അല്ലാതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അട്ടർ ഫെയിലിയർ ആണ്. കണ്ടസ്റ്റൻസിനേക്കാൾ ഫെയിലിയർ ആണ് ജഡ്ജായിരിക്കുന്ന റിയാസിന്. അത് പറഞ്ഞ് ഞാൻ പരിപാടി തുടങ്ങി. എനിക്ക് സംശയം ഉണ്ടോ എന്താ റിയാസിനോട് ഇത്ര ദേഷ്യം എന്നുള്ളത്. ഉള്ള കാര്യം പറയുന്നത് വെറുപ്പിച്ചിട്ടാണ്, ഒന്നും ചെയ്യുന്നില്ല. അതിന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് പറയും നമ്മള് മാരാരും എത്ര പറയുന്നില്ല. കാരണം എന്താ പറയുക, നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് ഈ ചങ്ങായി, ആ ചങ്ങായി ഒന്നും ചെയ്യാതെ ആകുമ്പോ ഇതിപ്പോ ഇന്ന എക്സ്പെക്ട് ചെയ്ത പോലെയാണ്. മനസ്സിലായി, എനിക്കിപ്പോ മനസ്സിലുണ്ട് നാട്ടുകാരെ വിഷമം എത്രത്തോളം ഉണ്ട്. മനസ്സിലായോ? അപ്പൊ സെറീന ഉണ്ടായിരുന്നു ഒപ്പം, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓവർ ഷാഡോ ചെയ്ത് കളഞ്ഞു. സെറീനെ തగ్గടിക്കുന്നുണ്ട്, അഖിൽമാരാർക്ക് ഇട്ട് ഓട്ടുന്നുണ്ട്, റനീഷയ്ക്ക് ഇട്ട് ഓട്ടുന്നുണ്ട്. സീസൺ 5 റീയൂണിയൻ ആയിരുന്നല്ലോ ഓക്കെ. അപ്പൊ അതങ്ങനെ ഒരു സൈഡില് അതായി. പിന്നെ മാസ്ക് ഓഫ് ആണ് നടന്നത്. മാസ്ക് ഓഫില് സോനയുടെ മാസ്ക് ഓഫ് കൊള്ളാം. അതായത് സോന ഇത്ര കാലം എന്തുകൊണ്ട് അവിടെ എന്നുള്ള ഒരു ചോദ്യത്തിന് സോന മെല്ലെ മെല്ലെ ഷെയ്ഡ്സ് കാണിച്ചു തുടങ്ങിയിട്ട്. എല്ലാരും ഇത്രയും കണ്ടസ്റ്റൻസ് സോനേനെ ഫേക്ക് ആണ്, വെറുപ്പിക്കലാണെന്നൊക്കെ പറയുമ്പോ സോന എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസം ബിഹൈൻഡ് ആയിരുന്നു കളിച്ചത്. ഇപ്പൊ ഫ്രണ്ടിലേക്ക് വന്ന് സോന സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. കുറച്ചും കൂടി എൻഗേജിങ് ആണ് സോന ഇസ് നൈസ്. ഇപ്പൊ സോനന്റെ ക്യാരക്ടർ പുറത്തു വരുമ്പോ സോന ഒരു ആക്ട് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്ക് മാസ്ക് ഓഫിലപ്പോ സോനയുടെ ആ ഒരു നന്നായിട്ട് തോന്നി എനിക്ക്. പിന്നെ ഏതാ അനക്കോ എന്താ കുട്ടിയുടെ പേര്, വേറൊരു തമിഴ് സ്ലാങ്ങിൽ വന്ന് സംസാരിച്ചു പോയ ആ കുട്ടീനൊന്നും കണ്ടിട്ടേ ഇല്ല കേട്ടോ. അഞ്ജലി അനക്കോ എന്താണ് ആ കുട്ടീന്റെ പേര്, അങ്ങനെ എന്താണ് ആ കുട്ടീന്റെ പേര്. ഞാൻ പേരൊന്നും വേണമെങ്കിൽ കേട്ടോട്ടെ എന്താണ് പേര് എന്നുള്ളത്. അങ്ങനെ കണ്ടത് അച്ഛൻ എന്ന് പറഞ്ഞ സാധനമാണ് ആ കുട്ടിക്ക് കിട്ടിയത്. അമൃത ഔട്ടായി. ആ കുട്ടീനൊക്കെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയൊന്നും അമൃത എന്ന് പറഞ്ഞ ആ കുട്ടീനെ തന്നെ നമുക്ക് ഇത്രയും എപ്പിസോഡ് ചെയ്തിട്ട് നമുക്ക് പേര് പോലും ആ കുട്ടിയുടെ ഒന്നും ഒരു പിടുത്തമില്ല. സോ അത്രയും വാനിഷ് മോഡിലായിരുന്നു ആ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അവര് 3 ഫേസ് ഓഫ് മാസ്ക് ഓഫ് സാധനം ചെയ്തത്. അത് ചെയ്തതിനു ശേഷം പിന്നെ അവിടെ ക്യാപ്റ്റൻസിനെ തെരഞ്ഞെടുക്കേണ്ട പരിപാടിയായിരുന്നു. അപ്പോൾ താഷി, രാകേഷ്, രാകേഷ്, ഷിബിന, എൽദോ 4 ക്യാപ്റ്റൻസ്. അവർ സ്വയം ഓപ്റ്റ് ചെയ്ത് ബാക്കിയുള്ളവരെ കൈവക്കി മെജോറിറ്റി പറഞ്ഞിട്ടാണ് ഇവരെ സെലക്ട് ചെയ്തത്. അങ്ങനെ ആ മറ്റേ സാധനങ്ങൾ കട്ടാന്നല്ല കുറെ പ്രോപ്പർട്ടീസ് അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്, പല ഷേപ്പിലുള്ളത്. ഈ പ്രോപ്പർട്ടീസ് ഒന്നിന്റെ മുകളിൽ വെച്ചിട്ട് ഇവർക്ക് എന്ത് ചെയ്യണം, ഒരു ടവർ പോലൊരു സാധനം ഉണ്ടാക്കണം. അപ്പൊ പല പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ ഈ പല പ്രോപ്പർട്ടീസ് ആകുമ്പോഴുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഷേപ്പ് ആയിരിക്കും, ഡിഫറെന്റ് സർഫസ് ഏരിയ ആയിരിക്കും.
അപ്പോൾ മോളിക്ക് ഒരു ടൈമിൽ വെച്ച് പോകുമ്പോൾ ചില പ്രോപ്പർട്ടീസ് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരുമ്പോൾ ചിലപ്പോൾ വീണ് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആദ്യം എൽദോന്റെ ടീം കറക്റ്റ് അടിപൊളിയായിട്ട് ചെയ്തു. കാരണം എൽദോക്ക് കിട്ടിയ പ്രോപ്പർട്ടി ഒക്കെ വളരെ ശോകം ചെയ്തു, വളരെ ശോകം പ്രോപ്പർട്ടി ചെയ്തു. എൽദോക്ക് അവർ കിട്ടിയത് മൊത്തം അരഞ്ചാം സാധനമാണ്, പക്ഷെ എൽദോ അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തു. അപ്പുറത്തെ സൈഡിൽ രാകേഷ് ഒരു കാർപ്പൻറ്ററാണ്, മൂപ്പർക്ക് അളവും കാര്യങ്ങളും കൃത്യമായിട്ട് അറിയേണ്ട ഒരു വ്യക്തിയാണ് അങ്ങേര്. പക്ഷെ അങ്ങേര് അവിടെ ഫെയിൽ ആയി. അങ്ങേര് അല്ല, അങ്ങേർക്ക് നല്ല സാധനം കിട്ടി. അങ്ങേർക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. സ്നേഹനെ കുറച്ച് ഫോക്കസ് കൂടുതൽ സ്നേഹ ഫാൻസിന് വേണ്ടി തിരിച്ചു വെച്ചതാണ്. അപ്പോ അതെന്താ പറയാ, സ്നേഹക്ക് ഞാൻ സ്പേസ് കൊടുക്കുന്നില്ല, പറയാൻ സമ്മതിക്കുന്നില്ല. മഴയത്ത് ഇറങ്ങിക്കണോ? ഏത് കയാഡുലോഫറിനൊപ്പം അപവാദമാണോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണ്ട, ഇതിന്റെ അവസാനം ഞാൻ പറഞ്ഞുതരാം. ബാംഗ്ലൂരിൽ വെച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ട് പറയാം. ഒരു ഓയോ റൂമിൽ എന്നെയും ഒരു പ്രശസ്ത നടിയും കൂടി കണ്ടുപിടിച്ചു. അതെ അതെ അതെ. അപ്പോ നമ്മളെ എൽദോ കിഡിലായിട്ട് പെർഫോം ചെയ്തു. കിട്ടിയ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട് എൽദോ നല്ല രീതിയിലൊരു സാധനം ബിൽഡ് ചെയ്തു. എൽദോ താഷിയാണല്ലേ? അല്ല, താഷിയാണ്. എൽദോയും താഷിയായിരുന്നു ആദ്യം. സോറി മാറിപ്പോയി. രാകേഷാണല്ല, താഷി. അവരുടെ ടീമിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൃത്യമായി ഒരു സാധനം ഒരു എടുത്തു കൊടുക്കാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ടീമിന്റെ ഒരു വിഷയമുണ്ട്. ഒരു കൃത്യമായ ഒരു പ്രോപ്പർട്ടി എടുത്ത് കൊടുത്തില്ല. അങ്ങനെ ഒരു സീനുണ്ട്. സോ എന്താണെങ്കിലും അതിലാര് ജയിച്ചു? എൽദോന്റെ ടീം ജയിച്ചു. എൽദോ മാത്രം പെർഫോം ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഒരു ഫാക്ട്. എൽദോ മാത്രമായിട്ട് പെർഫോം ചെയ്തു. ഔട്ട് ഹൗസിലേക്ക് ആഫിയ പോയി, വൈശാഖ് പോയി, അവരൊക്കെ പോയി. പിന്നെയാണ് നമ്മൾ രാകേഷിന്റെ ടീം. രാകേഷിന്റെ ടീം വേഴ്സസ് ഷിജിന്റെ ടീം. ഷിജിൻ ബുദ്ധിപൂർവ്വം അവര് നെക്ക് ടു നെക്ക് ആയിരുന്നു. ഇതിലാ ഞാൻ പറഞ്ഞത്, ഇതിൽ രണ്ട് ടീമും അടിപൊളിയായിട്ട് കളിച്ചു. നല്ല നല്ല പ്രോപ്പർട്ടീസ്. അപ്പൊ ഇത് അവർക്ക് ഒന്നുകൂടി പ്രോപ്പർട്ടി ഒക്കെ നല്ല അടിപൊളിയായിട്ട് രണ്ട് ടീമിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി രാകേഷിന്റെ ടീം കുറച്ചധികം നല്ല പ്രോപ്പർട്ടീസ് രാകേഷിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാളെ കൊണ്ട് വെക്കാൻ പറ്റില്ല. ഓക്കെ, അയാൾ കുറച്ചിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോ ഷിജിൻ അവിടെ ഭയങ്കര ബുദ്ധി കാണിച്ച് ലാസ്റ്റ് ഒരു നോക്കി നിന്നിട്ട് ഷിജിൻ 2 ടവർ ഈക്വൽ ആയിരുന്നു. ഷിജിൻ നൈസായിട്ട് അതിന്റെ മുകളിൽ സാധനം വെച്ചിട്ട് അത് ഒരു നൈസ്. അപ്പൊ അങ്ങനെ ഷിജിന്റെ ടീം ജയിച്ചു. പിന്നെ അല്ല, ഔട്ട് ഹൗസ് പോയവരെല്ലാരെയും കൂടി വിളിച്ചു വരുത്തിയിട്ട് രണ്ടാമത് എന്ത് ചെയ്ത് മറ്റേ ഇത് പറയിപ്പിച്ച് ഒരു ബൗളിനകത്ത് കുറെ പേരുകൾ എഴുതിയിട്ടിട്ട് സെലക്ട് ചെയ്തിട്ട് ആ പേരുകൾ ആർക്ക് ആപ്റ്റ് ആവുന്നു എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം. യൂഷ്വൽ സാധനമാണ് ഇത്. ഇങ്ങനെ എന്താ പറയാ, ഇവർ ഈ തമ്മിലൊരു വൈരാഗ്യ സാധനം ഉണ്ടാക്കി വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം മാത്രമായിട്ടാണ് ഞാനത് കണ്ടിട്ടുള്ളത്. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരെയും വിളിച്ച് വരിക്ക് നിർത്തിയതിന് ശേഷം എലിമിനേഷൻ പ്രോസസ്സ് പറയുന്നു. അതിൽ വൈശാഖ് പോകുന്നു. വൈശാഖ് എനിക്ക് തോന്നുന്നത് ടാസ്ക് അടിപൊളിയാണ്. ടാസ്ക് നന്നായി പെർഫോം ചെയ്യുന്ന ഒരു പെർഫോമറാണ്. ബട്ട് കമ്മിങ് ടു വെർബൽ എബിലിറ്റീസ് ഭയങ്കര ശോകമാണ്. കുറെ പേർക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല. ഉള്ളിലുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല. സംസാരിക്കുമ്പോ എന്തോ ഒരു വിഷയം, പക്ഷെ പേടി ഉണ്ടാവാൻ പാടില്ല. കുറച്ചൊരു സ്ലോ ആണ്. അപ്പൊ വൈശാഖിന് അങ്ങനെ ഒരു സീനുണ്ട്. അത് കഴിഞ്ഞിട്ട് അമൃത പറഞ്ഞ പോലെ വിസിബിൾ ആയിരുന്നില്ല. സോ ഒബിയസ്ലി അമൃത പോയി. പിന്നെ മറ്റേ കോഴിക്കോട് നിന്നുള്ള കുട്ടി പ്രണവ് പോയി. അളകനന്ദ പക്ഷെ പോകേണ്ട ഒരാളായിട്ട് എനിക്ക് തോന്നിയില്ല. അളകനന്ദ നിന്നിരുന്നെങ്കിൽ. പക്ഷെ ഇപ്പൊ നിൽക്കുന്ന ലൊലീറ്റയും ഷിബിനെയും പൂജയൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പയറിങ് ടു ദാറ്റ് അളകനന്ദ പോണതും ഓക്കെയാണ്. കാരണം ഇപ്പോഴുള്ള ലേഡീസിന്റെ ഗ്രൂപ്പില് അളകനന്ദ അത്ര അല്ലേ കുറച്ചും കൂടി താഴെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അളകനന്ദി ഔട്ടായി, ബാക്കിയുള്ളവരൊക്കെ സേഫായി അല്ലേ. അതിനിടയിൽ ഈ അമൃത പോകാനൊരു ട്വിസ്റ്റ് ഉണ്ട്. സെറീനയും മറ്റേ നാദരയും കൂടി ഷിബിനേനെ സേവ് ചെയ്തിട്ട്, ഷിബിനല്ലേ സേവ് ചെയ്തേ? ഷിബിനേനെ സേവ് ചെയ്തിട്ട് അവരാരെ വിളിച്ച് അമൃതേനെ വിളിച്ച് കയറ്റി. അമൃത ശരിക്കും സേഫ് സോണിൽ ഇരിക്കുകയായിരുന്നു. ഇവരൊരു പവർ ഉണ്ടായിരുന്നല്ലോ, സ്വാപ്പ് ചെയ്തു. ഇവർക്കൊരു പവർ ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. അങ്ങനെ പിടിച്ചിട്ട് അമൃതേനെ പിടിച്ച് പുറത്താക്കിയുണ്ടായി എന്നുള്ളതാണ് അതിന്റെ ഒരു ട്വിസ്റ്റ്. ഓക്കെ, അപ്പൊ അപ്പൊ സീസൺ 1 എപ്പിസോഡ് 9 അങ്ങനെ സമാപ്തിയായി. പ്രത്യേകിച്ച് ഒന്നുമില്ല. 4 പേര് എലിമിനേറ്റ് ആയി. അമൃത, വൈശാഖ്, അളകനന്ദ,
പിന്നെ പ്രണവ്, 4 ആള് പോയി. ഓക്കെ, ആ പോണ പോക്കിനാണ് റിയാസ് പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഇവിടെ കാര്യമൊന്നുമില്ല, അപ്പോൾ സിനിമാ മോഹങ്ങളായിട്ട് വരികയാണെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം പോയിട്ട് രക്ഷപ്പെട്ടു പോകാണ് ഉള്ളത്. ബിഗ് ബോസ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കാം. സത്യം, വെരി ട്രൂത്ത്, ദാറ്റ് ഈസ് ട്രൂത്ത്. ഇത് ഇന്നത്തെയാ? അപ്പൊ ഇത് ഇന്നത്തെയാണോ? അപ്പൊ സീസൺ 1 എപ്പിസോഡ് 10 ഒപ്പീനിയനിലേക്കാണ് നമ്മൾ പോകുന്നത്. ദിസ് ഈസ് ലൈക്ക് കുറച്ച് ഹാപ്പി, നല്ല എപ്പിസോഡ്, അതായത് കമ്പാരിറ്റീവ്ലി ഇന്നലത്തെ എപ്പിസോഡ് നല്ല എപ്പിസോഡായിരുന്നു. സീസൺ 1 എപ്പിസോഡ് 10 നല്ല എപ്പിസോഡായിരുന്നു. ഇന്നത്തെ ഡ്രസ്സിലാണ് എല്ലാവർക്കും വോട്ടിങ്ങിന്റെ സാധനം വന്നിരിക്കുന്നത്. അത് മാത്രല്ല, ഇത് ഈ വോട്ടിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഷൂട്ട് കഴിഞ്ഞതാണ്. ഇത് വോട്ടിന്റെ പരിപാടി എന്താന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടില്ല. ഐ എം കൺഫ്യൂസ്. അല്ല, മേ ബി അവര് ഹോൾഡ് ചെയ്തിരിക്കോ, അങ്ങനെ ആയിരിക്കാം. അപ്പൊ ഇനി ഫിനാലെ സ്റ്റേജിൽ ചിലപ്പോ അവരുടെ വോട്ടൊക്കെ റിവീൽ ചെയ്തിട്ട് ഒരു കയറ്റി വിടും. അപ്പൊ സ്മൈലും പ്യൂക്കും, അതാണ് 2 ഇമോജീസ് കൊടുത്തിട്ട് നല്ല ടാസ്ക് ചെയ്യുന്നു. അതായത് ഒരു വ്യക്തിനെ വിളിക്കുക, നിങ്ങൾക്ക് പ്യൂക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തി, അതായത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്ന ഒരാളെയും പിന്നെ വയ്ക്കാൻ തോന്നുന്ന ഒരാളെയും വിളിക്കാൻ പറഞ്ഞു. അപ്പൊ അതില് പൂജ ആദ്യം തന്നെ ശ്യാമിനെ വിളിച്ചു. ശ്യാമിനെ വിളിച്ചിട്ട് ശരിക്കും പൂജ പെട്ടു. അതല്ല, ശ്യാമിനെ വിളിച്ചിട്ട് പൂജ പെട്ടത്. ഓക്കെ, കാരണം പൂജ ശ്യാമിന് ഇപ്പോഴും ആ ഫസ്റ്റ് ആ കീന്റെ സാധനത്തിന് ഗസ് ചെയ്യുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, ശ്യാമിന് ഇന്ന് പലരും പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ശ്യാമ് ഭയങ്കര ക്രൂക്കഡ് ഗെയിമറാണ്. അതായത് ഒരു ഗെയിമില് ബാക്കിയുള്ളവർ ജയിക്കരുത് എന്നുള്ളൊരു മൈൻഡാണ് ശ്യാമിന്. ശ്യാമ് ജയിച്ചില്ലെങ്കിൽ ബാക്കിയുള്ളവർ ജയിക്കരുത്. അതിനുവേണ്ടി ആ ടാസ്ക് എങ്ങനെയോ എന്ത് ചെയ്യും, പൊട്ടിച്ചു കളയും. മനസ്സിലായോ? അത് നല്ല കാര്യമാണ്. ഞാൻ അങ്ങനെ പല ഗെയിമും പൊട്ടിച്ചത്. അതാണ് എന്റെ പേരിൽ എന്ത് വന്നത്, ബിഗ് ബോസിൽ ഗെയിം പൊട്ടിച്ചോ എന്നുള്ള പേര് വന്നത്. ഞാൻ എനിക്ക് ജയിക്കാൻ പറ്റിയ പിന്നെ എന്ത് ചെയ്യാ, നമ്മളെ ഗെയിം കൊണ്ട് ഇല്ലാതാക്കുമല്ലോ. ശരിക്കും തെണ്ടിത്തരാണ്, പക്ഷെ ബിഗ് ബോസ് ഹൗസിനകത്ത് ആ തെണ്ടിത്തരം നല്ലതുമാണ്. അതായത് രക്ഷപ്പെടാൻ പറ്റില്ല. ഇപ്പൊ ഇതിനെ കൊണ്ട് കളിക്കാൻ പറ്റി, നീ നമ്മളെ തകർത്ത് വിടണം. അപ്പൊ ആ ഭക്ഷണത്തിൽ ഛർദിച്ചു എന്നൊക്കെ ഛർദിച്ചത് മനഃപൂർവ്വമൊന്നുമല്ല. ശ്യാമിന്റെ ആദ്യത്തെ താക്കോല് മുതൽ അത് ടീമാണെങ്കിലും അവിടെ പെർഫോമൻസ് ഇൻഡിവിജ്വലാ നോക്കണേ. മനസ്സിലായോ? എനിക്ക് ശ്യാമിന്റെ ബോഡി ലാംഗ്വേജ് ഓന്റെ നിർത്തും കാട്ടിലും വെച്ചിട്ട് ഞാൻ പറഞ്ഞ ഓനെ ചെയ്യും. എനിക്ക് ശ്യാമ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയാലും കാണാൻ ഭയങ്കര താല്പര്യമുണ്ട്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ശ്യാമ ബിഗ് ബോസിൽ കയറണം. കാരണം എന്താ പറയുക, ഒരു എവിടെയൊക്കെയോ ബോഡി ലാംഗ്വേജിൽ ഒരു റിയാ സലീം ഉണ്ട്. അല്ല, അവൻ പറയുന്നുണ്ട് ഫെമിനിൻ ക്യാരക്ടർ ഉണ്ട് പറയുന്നുണ്ട്. എന്തായാലും പറഞ്ഞിട്ടുണ്ട്. ഫെമിനിൻ ക്യാരക്ടർ അല്ല, കുറച്ച് ഈ ആട്രിബ്യൂട്ട്സ് ഉണ്ടല്ലോ, ഈ കുറെ കാണിക്കുന്ന കുറെ കാട്ടായങ്ങളൊക്കെ രസമാണ്. മുഖത്തെ ഒരു പുച്ഛഭാവം കുറെ കാണിക്കുന്നുണ്ട്. ചുണ്ടോണ്ട് നല്ല രസമുണ്ട്. കേറണ നല്ല ആഗ്രഹമുണ്ട്. കുറച്ചും കൂടി ക്രൂക്കഡ് ആയതുകൊണ്ട് റിയാസ് കുറച്ച് സ്ട്രെയിറ്റ് ആയിരുന്നു, ഇവൻ കുറച്ച് ക്രൂക്കഡാണ്. ക്രൂക്കഡ് ആയതുകൊണ്ട് എന്താ അറിയോ, ഇവൻ ബാക്കിയുള്ളവരെ അടുത്ത് എങ്ങനെ പോയി മാനിപ്പുലേറ്റ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ ക്രൂക്കഡ്നെസ് കാണിക്കുന്നു എന്നുള്ളത് കാണാൻ രസമായിരിക്കും. പിന്നെ സ്മൈലി കൊടുത്തത് ഷിബിനൊക്കെയാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായില്ല, അവിടെ പൂജ്യം പെട്ടു. ഷിബിനെ ശരിക്കും പെട്ടു. കാരണം ഷിബിനോട് അവിടെ ചെന്നിട്ട് ഒരാൾ ലവ് ചിഹ്നം തരുമ്പോൾ അയാളെ കുറിച്ച് പറയുമ്പോൾ അവിടെ ബട്ടറടിച്ചുകൊണ്ടിരുന്നു. അത് മാരാരൊക്കെ ബുക്കും ചെയ്തു ആ സാധനം. പിന്നെ ഇതില് പൂജ പറഞ്ഞപ്പോ മറ്റേ ശ്യാമിനോട് അഭിപ്രായം വെച്ചപ്പോ പറഞ്ഞു അത് അടുത്തല്ലേ വരിക. അതെ, അടുത്ത ശ്യാമിൻ്റെതായിരുന്നു ചാൻസ്. പൂജേന്റെ കഴിഞ്ഞിട്ട് ശ്യാമിനെ വിളിച്ചു. ശ്യാമ് നേരെ എന്ത് ചെയ്തു, ഡിസ്ലൈക്കില് ശ്യാമിനിട്ട പൂജേനെ കുറച്ച് ലൈക്ക് കൊടുത്തിട്ടു. അതാണ് പറഞ്ഞ അത് അതിബുദ്ധിയാ, അതൊരു അതിബുദ്ധിയാ. ഞാനപ്പോ ഇത് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു പൂജ എന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണ്. പൂജ സംസാരിച്ചു തുടങ്ങിയപ്പോ പറഞ്ഞു എനിക്ക് ഇവനപ്പോ അപ്പൊ ഇവൻ ഇന്ന ഇഷ്ടായിരുന്നോ, അപ്പൊ എന്നാ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു എന്ത്, പൂജ അവിടെ ഗെയിം കളിക്കാന്ന്. മനസ്സിലായില്ലേ? അത് കാരണം അത് ജഡ്ജസും ചോദിക്കുന്നുണ്ട്, മാരാരുടെ അടുത്ത് പറയുന്നുണ്ട്. കേരളത്തിലെ എല്ലാ പെണ്ണുങ്ങളും എന്ന് പറഞ്ഞിട്ട് രഞ്ജിനിയും മാരാരും തമ്മിലൊരു കോർക്കലവിടെ കോർത്തു. പക്ഷെ പൂജ ശരിക്കും അവിടെ ട്രാപ്പിൽ പോയി പെട്ടതാന്നുള്ളത് പൂജ തന്നെ പറഞ്ഞു. സത്യസന്ധമായി ആവാൻ നോക്കി, പൂജ സത്യസന്ധയാവാൻ നോക്കിയിട്ട് പൂജ തന്നെ പെട്ടുപോയി അവിടെ. പൂജ അതിന് പകരം പറയാണ്, ഇവൻ എന്നെ ലൈക്ക്, ഞാൻ ഇവനെ ഡിസ്ലൈക്ക് ചെയ്തു, ഇവൻ എന്നെ ലൈക്ക് ചെയ്ത് സ്മൈലി തന്ന് ഇവിടെ നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവന്റെ ക്രൂക്കഡ് ഗെയിമാണ്. ഞാൻ അതുപോലെ ഇല്ല, ഞാൻ അതുപോലെ ഞാൻ ഇവനോട് ഗെയിം കളിച്ചിട്ട് ഇപ്പോ ചുമ്മാ അഭിനയിച്ചതാ എന്ത് നാട്ടുകാരുടെ മുന്നിൽ ഇവനെ ഇഷ്ടാന്നുള്ളത് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ തീർന്നു. അത്രേ ഉള്ളൂ. അതൊരു ബുദ്ധിയായിട്ട് എല്ലാവരും എടുക്കുള്ളൂ. പക്ഷെ അതിന് പകരം വളരെ ജെന്യൂൻ ആയിട്ട് അയ്യോ ഇവനിപ്പൊ പിന്നെ എൽദോന്റെ കാര്യത്തിൽ എല്ലാരും കൺഫ്യൂസ്ഡ് ആണ്. എന്ത് എൽദോ ഇങ്ങനെ തന്നെയാണോ? ഞാൻ പറയട്ടെ, എനിക്ക് എൽദോനെ ബിഗ് ബോസിന്റെ അവിടെ നിന്നല്ല, സ്ഥാനാർത്ഥിയായി നിന്ന മുതൽ എനിക്ക് എൽദോനെ അറിയാം. ഞാൻ എൽദോനോട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അന്നും ഇന്നും എൽദോ ഇങ്ങനെ തന്നെയാണ്.
പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടെന്ന് പക്ഷെ എനിക്ക് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരാൾ ചോദിക്കുമ്പോ ഒന്നും ഉത്തരം കിട്ടണില്ല. ഇല്ലല്ല, എൽദോ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എൽദോനെ പറയുന്നുള്ളൂ, പക്ഷെ രഞ്ജിനിയോ ഏതോ ചോദിച്ചു തിരിച്ചു പറയാനുള്ളൊരു സാധനം വരുന്നില്ല. എൽദോനെ പോലെ സംസാരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് അറിയോ? ഒരു സംസാരിക്കുന്നത് ബിഗ് ബോസിനകത്ത് നമുക്ക് ഇത്ര ടൈമാ സംസാരിക്കാൻ കിട്ടും. അപ്പൊ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന വ്യക്തി, ഇത് ഞാൻ അനുഭവിച്ചതാ. ഞാൻ വലിച്ചു നീട്ടി എന്നോട് തന്നെ ബിഗ് ബോസ് കുറെ വട്ടം വാൺ ചെയ്തിട്ടുണ്ട്, സായി ചുരുക്കി പറയൂ. ഇത് ഭയങ്കര ഒരു പോരായ്മയാണ്. കാരണം നമ്മൾ അങ്ങനെ ആവുമ്പോഴുള്ള വിഷയം പല ടാസ്കുകളും നമുക്ക് ഭയങ്കര സീനാണ്. കുറച്ച് സമയം കൊണ്ട് പറയാനുള്ളത് സ്പീഡിൽ പറയണം. അത് സായി കൃഷ്ണൻ സ്പീഡിൽ പറയണം. നമ്മള് ഭയങ്കര സ്ലോ ആയിട്ട് പറയാം. കാരണം ആൾക്കാർ കേൾക്കുമ്പോ ഏറ്റവും രസം തോന്നുന്നത് നല്ല സ്പീഡിൽ പറഞ്ഞ ആൾക്കാർ ഇഷ്ടം. ഒട്ടും ഇഷ്ടം തോന്നുന്നില്ല. അത് എൽദോന് ഒരു ഡീമെറിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് തോന്നുന്നുണ്ട്. കാരണം ശ്യാം നല്ല സ്പീഡായിട്ട് സ്പീഡിൽ പറയുന്നത് മാത്രല്ല, ഇമോഷൻസ് ഉണ്ട്. ശ്യാമിന് പറയാം ഈ സാധനങ്ങളുണ്ട്. എൽദോക്ക് ഒന്നുമില്ല. എൽദോ അങ്ങനെ വന്നിട്ട് ഇത് എന്നാണ് പറയുന്നത്. എൽദോ ഭയങ്കര സ്ലോ ആണ്. അതെനിക്ക് ഒട്ടും അപ്പൊ അത് എൽദോ ഒന്ന് വർക്ക് ചെയ്താൽ എൽദോക്ക് നല്ലതാണ്. കുറച്ചും കൂടി സ്പീഡിൽ ചെയ്ത് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതന്നെ പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ബാക്കിയുള്ളവർ ചോദിക്കുമ്പോൾ ഉത്തരം പറയണില്ലല്ലോ. രഞ്ജിന് തിരിച്ചു ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടണില്ല. അതന്നെ, അത് എൽദോ ഭയങ്കര സേഫ് സോണിൽ നിന്നിട്ടാ വർത്താനം പറയുന്നത്. ടാസ്ക് എൽദോ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ എൽദോ എന്താ പറയാ, സംസാരിക്കുമ്പോൾ വളരെ സേഫ് സോണിൽ നിന്ന് സംസാരിക്കാനും ബാക്കിയുള്ളവരെ ഒരു വെറുപ്പ് മേടിച്ച് വെക്കേണ്ടാത്ത രീതിയിലുള്ളൊരു സേഫ് സോൺ പോക്ക് എൽദോക്ക് ഉണ്ട്. അത് എൽദോക്ക് ഭയങ്കരമായിട്ട് ബാക്ക് ഫയർ ചെയ്യും എന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് വന്നത് എൽദോ വിളിച്ചത് സോനേനല്ലേ. എൽദോ സോനേനെ വിളിച്ചു. സോനേനെ കൃത്യമായിട്ട് എൽദോ എന്ത് ചെയ്തു, പോയിന്റ് ഔട്ട് ചെയ്തു. പക്ഷെ എൽദോനേക്കാൾ സ്പീഡിൽ സംസാരിക്കാനും ഉറക്കം സംസാരിക്കാനും പറ്റുന്ന സോന അത് കൃത്യമായി കവർ ചെയ്യുകയും ചെയ്തു. അത് കൃത്യമായിട്ട്. പിന്നെ ഷാമോനെ വിളിച്ചപ്പോ പെട്ടു. ഷാമോനെ വിളിച്ചോട് കൂടിയിട്ട് എൽദോ പെട്ടു. കാരണം ഷാമോനെ വിളിച്ചു കൊടുത്തിട്ട് ആ ആവറേജ് എബോ ആവറേജ് ബിലോ ആവറേജ് സാധനം, അത് ഷാമോന് ഉദ്ദേശിച്ച സാധനം തന്നെയാണ് എൽദോ പറഞ്ഞത്. ഏത് എഡ്യൂക്കേഷന്റെ കാര്യം എന്നല്ല, അത് ഫിനാൻഷ്യൽ കാര്യം തന്നെ. കാരണം അത് ഷാമോന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ആ പെട്ടി തുറന്നപ്പോ ഡ്രസ്സിന്റെ കാര്യം എന്നൊക്കെ ഷാമോൻ അത് പറഞ്ഞത്. ഷാമോൻ അത് കൃത്യമായിട്ട്, ഷാമോൻ എന്താ ഷാമോൻ കുറുക്കനാ. ഷാമോൻ സ്ട്രീറ്റ് സ്മാർട്ട് ലെവലിൽ കുറുക്കനാ. ഷാമോൻ ഒരു സാധാരണക്കാരുടെ ഇടയിൽ ഒരു കുറുക്കത്തരം ഉണ്ടല്ലോ, അത് ഷാമോനുണ്ട്. അത് നാരവായെന്നോ ചാടി. ഏത് ഷാമോൻ ചേട്ടൻ പല സമയത്തും ഞങ്ങളോട് വന്നിട്ട് ഗെയിമിൽ ഇവര് കയറിപ്പോവും അവര് കയറിപ്പോരും പല സാധനങ്ങളും. മൂപ്പര് ആ ബിഗ് ബോസ് ഫുള്ള് കണ്ടിട്ടുണ്ട്. എല്ലാ സീസണിലും മൂപ്പര് എല്ലാം കണ്ടിട്ടാണ് മൂപ്പര് എന്ത് ചെയ്തിട്ടുള്ളത്, ഷോക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഷാമോൻ ആ കുറുക്കത്തരം ഉണ്ട്. ആ കുറുക്കത്തരത്തിന്റെ മുകളിൽ തന്നെയാണ് ഷാമോൻ ശരിക്കും എന്താ പറയുക, നിഷ്കളങ്കമായി നിന്നുകൊണ്ട് എൽദോനെ ഇട്ട് കൊടുത്തതാ. ഈ ആവറേജ് സാധനം പറഞ്ഞത് ആ ഡ്രസ്സിന്റെ സാധനം ഫിനാൻഷ്യലി ഉള്ള സാധനം എന്നുള്ളത്, അത് രഞ്ജിനി പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. എൽദോക്ക് ഒരു കുഴി കുത്തിയിട്ട് അതിൽ ചാടി കിടക്കുന്ന പറഞ്ഞു. അതാ പറഞ്ഞ രഞ്ജിനി ചോദിക്കുമ്പോ ഇവനൊന്നും പറയാനില്ല. എന്ത് പറയാനാ, എൽദോക്ക് നുണ പറയാനും പറ്റുന്നില്ല. ഇതാ കുടിയും പോയില്ലേ. ഇനി ആവറേജ് ന്യായീകരിക്കാൻ എന്നാ ന്യായീകരിച്ചോ എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാൻ ആകെ ഉള്ളത് എന്താ, ഡ്രൈവറായി. അത് പിന്നെ ഡ്രൈവറായി, സ്പീഡ് പോണ ഡ്രൈവർ. അത് അവിടെ പെട്ടുപോയതാണ്. കുടുങ്ങിപ്പോയപ്പോ പിന്നെ ഒന്നും പറയാനില്ല. അവിടെയാണ് എൽദോന്റെ വെർബൽ സ്കില്ലുകൾ പ്രശ്നമാവുന്നത്. അവിടെയാണ് ഷാമോനും അല്ലെങ്കിൽ സോനൊക്കെ സ്കോർ ചെയ്യുന്നത്. അവരിങ്ങനെ തെറ്റാണെങ്കിലും പൊട്ടത്തരാണെങ്കിലും പറഞ്ഞു പോകും. പിന്നെ ഇങ്ങനെ സ്ഫുടമായി ഇങ്ങനെ സ്ലോ ആയി സംസാരിക്കുമ്പോൾ ഒരു ഏറ്റവും വലിയ വിഷയം എന്താ പറയുക, ഓപ്പോസിറ്റ് ഉള്ള ഒരാൾക്ക് നമ്മളുടെ ചിന്തിക്കാനും നമ്മൾ തെറ്റ് കണ്ടുപിടിക്കാനുള്ള വഴി കിട്ടും. നേരെ മറിച്ച് ചന്നം പിന്നെ വർത്താനം പറഞ്ഞ പോലെ തെറ്റോട് നീട്ടാനോ പറഞ്ഞത് എന്താ തന്നെ ഓർമ്മ ഉണ്ടല്ലോ. ഒരു മിനിറ്റിൽ 1000 വാക്ക് പറയും, ഇത് ഒരു മിനിറ്റിൽ 10 വാക്കല്ലേ പറയുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഇന്നലെ ഹീറോ ആയിരുന്ന എൽദോ ഇന്ന് 0 ആയി പോയൊരവസ്ഥയാണ് കണ്ടത്. അതിനുശേഷം അവര് ഇവളെ സോനനെ വിളിച്ചു, സോന എൽദോനെ വിളിച്ചു, പ്ലസ് ശ്യാമിനെ വിളിച്ചു. എൽദോനെ ഈ പറഞ്ഞ പോലെ എൽദോന് ശ്യാമിന് ഈ സോനയുടെ മുന്നിലൊന്നും പിടിച്ചു വെക്കാൻ പറ്റിയില്ല. ശ്യാം പിന്നെ എല്ലാവരുടെ അടുത്തും ഉള്ളോണ്ടേ കുഴപ്പമില്ല. അതുകൊണ്ട് പിന്നെ താഷി ഷിജിനെ വിളിച്ചു അല്ലെ. താഷി ഒന്ന് വിളിച്ചത് ഷിജിനെയാണ്, ഒന്ന് വിളിച്ചത് ശ്യാമിനെ തന്നെ. എങ്കിലും ശ്യാമിനെ തന്നെ അല്ലേ, താഷി ശ്യാമിനല്ലേ വിളിച്ചേ. താഷി ശ്യാമിനെ തന്നെയാണ് തോന്നുന്നു അല്ലേ. ശ്യാമിനെയാണോ താഷി വിളിച്ചത്? താഷി ഒന്ന് ഷിജിനെയാണ്. അതായത് ഇഷ്ടമില്ല എന്നുള്ളത് ഷിജിനെയാണ് വിളിച്ചത്. ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചത് അറിയാം, അതാണ് ഞാൻ കൺഫ്യൂസ്ഡ് ആയി. ഒരു സെക്കൻഡ് ഗൈസ്, ഞങ്ങളൊന്ന് നോക്കട്ടെ. ഇഷ്ടമുണ്ട് ശ്യാമിനെ തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. അതിൽ ഈ ഷിജിന്റെ ഒരു സീൻ ഞാൻ പറഞ്ഞാ, ഷിജിൻ ഭയങ്കര പ്രവോക്കാവും. അതായത് ഒന്നിക്ക് രണ്ടാമത്തേനും ഷിജിന് വിറയല്, പ്രവോക്കായിട്ട് വായ തോന്നിയത് വിളിച്ച് പറയാ. ഷിജിൻ മിക്കവാറും ബിഗ് ബോസ് കയറി കഴിഞ്ഞാൽ ആരെങ്കിലും പിടിച്ചു പിടിക്കാനോ അല്ലെങ്കിൽ ഷിജിന് സംസാരം അറിയാം. പക്ഷെ സംസാരം എങ്ങനെ അറിയോ, പറ്റങ്ങട്ട് കൈവിട്ട സംസാരം, ക്ലാരിറ്റി ഇല്ല. അന്ന കസാലയിലുള്ള സാധനം കണ്ടെങ്കിൽ കസാലയിൽ സംസാരിച്ചപ്പോ ഇവനോട് ആരോ പ്രൊവോക്ക് ചെയ്ത്, കസാല 2 കസാല കണ്ടു സംസാരിച്ചു.
കയ്യൊക്കെ മറ്റത് എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ? അഗ്രസീവ്, അത് വിറയല്, സംസാരിക്കാൻ പറ്റാത്തത്, സംസാരിച്ചാ പിന്നെ കയ്യിൽ നിന്ന് പോണ വർത്താനം. ഇപ്പൊ തന്നെ അവിടെ നിന്നിട്ട് ഇപ്പൊ പറഞ്ഞിട്ടില്ല. സ്കാറ്റേഡ് വരാൻ കാരണം പിടിച്ചു വെച്ചിരിക്കണോ അവനെ, വായിന്ന് പോയ എന്താ ചിലപ്പോ പറയാ എടാ താഷി ഈ പോടാ അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ വർത്താനം പറയുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. മനസ്സിലായോ? അഗ്രഷൻ ഉണ്ട്, കാരണം ആ ഗെയിമൊക്കെ കളിക്കുമ്പോ ഭയങ്കര ചാടിക്കളിയും അഗ്രഷൻ ഉണ്ട്. അതേപോലെ സംസാരത്തിൽ ഈ പറഞ്ഞ മാതിരി കൈവിട്ട് പോകാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഒരു വെർബൽ അബ്യൂസ്, ഒരു ഫിസിക്കൽ അബ്യൂസിക്കോ പൊട്ടൻഷ്യലി ചാൻസ് ഉള്ള ഒരാളാണ് ഈ പറഞ്ഞ ഷിജിൻ. അത് കഴിഞ്ഞിട്ട് രാകേഷ് ലൊലീറ്റേനെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് അഫ്നാസിനെ വിളിച്ചു, അഫിന്യാസിനെ വിളിച്ചു. ലൊലീറ്റേന് നല്ല കാരണം പറഞ്ഞു. പക്ഷെ അഫിന്യാസുമായിട്ട് പറഞ്ഞ സാധനം രാകേഷിന്റെ കയ്യിൽ നിന്ന് പോയി. കാരണം അത് ആക്ച്വലി കൊച്ചി, മട്ടാഞ്ചേരി, കൊച്ചി തന്നെ ഉള്ളവരാണ്. അല്ല, കൊച്ചിയിലുള്ളവർക്ക് പ്രത്യേകിച്ച് മട്ടാഞ്ചേരി ഉള്ളവർക്കൊക്കെ എന്താണ് ആ ഒരു പുറത്ത് ഈ കൊല്ലം എന്ന് പറഞ്ഞ പോലെ കൊച്ചി മട്ടാഞ്ചേരി എന്നൊക്കെ ഒരു സാധനം ഉണ്ട് നാട്ടിൽ. അത് അഫിനിയാസ് പറഞ്ഞത് തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. അത് രാകേഷ് എന്താ അറിയോ, കൊച്ചിക്കാരൊന്ന് വെളുപ്പിക്കാൻ വേണ്ടി അല്ല, അതൊരു സാധനം അങ്ങനെ ഇതാക്കാൻ വേണ്ടിട്ട് നൈസ് പ്ലേ കളിക്കാൻ നോക്കിയതാ. അഫിനിയാസ് മെല്ലെ പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. അഫിനിയാസ് പറഞ്ഞിട്ടില്ല, മട്ടാഞ്ചേരി ആൾക്കാരൊന്നും പറഞ്ഞിട്ടില്ല, കൊച്ചി എന്നുള്ള വാക്കും പറഞ്ഞിട്ടില്ല. രാകേഷ് അത് വല്ല നാട്ടുകാരൊന്ന് വോട്ട് പിടിക്കാൻ വേണ്ടി ചെയ്ത പരിപാടി. അതുകൊണ്ട് അഫിനിയാസ് വീണ്ടും ഷിജിനെ വിളിച്ചു, പിന്നെ മറ്റോളെയും വിളിച്ചു. ആരെ? ഷിബിനെ വിളിച്ചു. ഷിബിനെ വീണ്ടും വന്ന് തേഞ്ഞു. മറ്റവനൊന്നും പറയാനും കിട്ടിയില്ല. ഷിജിനൊന്നും കിട്ടിയില്ല. ഷിജിന് ആകെ തേഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് ഷിബിന ശ്യാമിനെ വിളിച്ചു. അതിലാണ് മറ്റത് വന്നത്, ഡിസ്കസ്റ്റിംഗ് ക്രൂക്ക്ഡ്. പിന്നെന്താ പറഞ്ഞത്, സ്മാർട്ട്ലി ക്രൂക്ക്. അത് ഇവള് സ്മാർട്ട് ക്രൂക്ക്ഡ്, മറ്റേത് ഡിസ്കസ്റ്റിംഗ്. ബർമൂഡ, ഞാൻ കളസ് എന്ന് പറഞ്ഞു. 3 ഫ്രണ്ട്സിനെ ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് ചാടിയ നിന്നെ എന്ത് പറയണം? അത് ഗെയിമാണ്. ശ്യാമിന്റെ കേസിൽ പോയിന്റ് ഔട്ട് ചെയ്തതല്ലോ, സെൽഫിഷ് ആവാൻ വേണ്ടി സ്വന്തം ഭക്ഷണത്തിൽ പ്യൂക്ക് ചെയ്തിട്ട് ബാക്കി ഒരാളെ പുറത്താക്കാന്ന് പറയുന്നതും ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് സ്വയം സേഫ്റ്റിക്ക് വേണ്ടി ഇപ്പുറത്ത് ചാടുക എന്ന് പറയുന്നതും രണ്ട് സോണിൽ. ഇവരെന്താ പറയുക, ഇതിന് ഇന്നർ സാധനത്തിൽ കുറെ നടക്കുന്നുണ്ട്, കുറെ ഒന്നും സംരക്ഷണം ചെയ്യുന്നില്ല, കുറെ ഒരു കാര്യങ്ങൾ പറഞ്ഞത് പുറത്ത് വരുന്നില്ല, അങ്ങനത്തെ കുറെ ഐറ്റങ്ങളുണ്ട്. മേ ബി ഇതൊക്കെ നടന്നതായിരിക്കും, അത് കാണിക്കാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ മാരാര് പറഞ്ഞ ട്രൗസറിന്റെ കണക്ക് എനിക്ക് മനസ്സിലായില്ല. അത് മിക്കവാറും നാട്ടുകാര് മാരാർക്കന്നെ എടുത്ത് തലയിൽ വെച്ചു. അതുറപ്പാ. വലിയ ആളുപോലെ ചാരിക്കുന്നതിന്റെ ഡയലോഗ് അതിനിടയിൽ എഴുതോ ഞാനും തോറ്റാൻ പറ്റില്ല, നിങ്ങളും തോറ്റാൻ പറ്റില്ല. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ കണ്ടസ്റ്റൻസ് ജഡ്ജസിനിട്ട് കൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കുറച്ച്. അത് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലൊലീറ്റ നല്ല ക്യാരക്ടർ. ഒരു സീറ്റ് ഞാൻ പറഞ്ഞല്ല, ലൊലീറ്റ, രാകേഷ്, ശ്യാം, സോനാലക്സ്, ഷിജുലാല്, പിന്നെ ഒരാള് അഫിനിയാസ് മേ ബി അല്ലെങ്കിൽ 2 പെണ്ണുങ്ങളാ, അറിയില്ല അതിന്റെ റേഷ്യോ എന്തോന്ന് അറിയില്ല. ഐ തിങ്ക് സോ. ഇതായിരിക്കും മിക്കവാറും ഒരു 5-6 ആൾക്കാർ അതിനകത്ത് കേറണെന്നുള്ളതാണ് എന്റെ ഒരു ഇൻഡ്യൂഷൻ എനിക്ക് തോന്നുന്നത്. ഓക്കെ, എൽദോക്ക് ഷാമോനെ കേറാൻ സാധ്യത, കാരണം ഷാമോൻ നല്ല അടിപൊളി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഷാമോൻ വിളിച്ചത് സോനാലക്സിന്. പിന്നെ അല്ല, അതിന്റെ മുന്നേ ഇവര് തമ്മിൽ ഒരു വാക്കിട്ടുണ്ടായി, ലോലിറ്റിയും സോണിയും തമ്മില്, ചേച്ചി വിളിച്ചതിന്റെ കാര്യം. അത് കഴിഞ്ഞിട്ടാ, അത് കഴിഞ്ഞിട്ടല്ലേ? അല്ല അതിന്റെ ഇടയിൽ ചേച്ചിന്ന് വിളിച്ചു. അത് ഒന്നാമത്തെ കാര്യം, സോനാലക്സ് തന്നെ പറഞ്ഞിട്ട് എന്നെ ചേച്ചി വിളിക്കുന്നത് ഇഷ്ടമല്ല. അപ്പൊ ലോലിറ്റ് ചേച്ചിന്ന് വിളിച്ചതിന് പ്രത്യേകിച്ച് അത് ചെറിയൊരു സാധനം, അത് എടുത്ത് പറയേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല. എഗെയിൻ സോനാലക്സിനെ വിളിച്ച് ഷാമോൻ തേഞ്ഞു. കാരണം സോന അവിടെ വന്നിട്ട് കറപറ വർത്താനം പറഞ്ഞു. അത് ഒരാവശ്യം ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ അങ്ങനെ എന്ത് ചെയ്ത് മൊത്തത്തിൽ ആ റൗണ്ട് കഴിഞ്ഞു. ആ റൗണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം എഗെയിൻ ഒരു ഗെയിം വന്നു. ആ ഗെയിം മറ്റേ മെമ്മറി ഗെയിമാണ്. ഒരു ചിത്രം വെച്ചിട്ട് അതിനകത്ത് ആദ്യം ഫ്ലിക്കറിങ് ടഫാക്കിയ ഒരു റൗണ്ട്, പിന്നെ സാധാരണ നോർമലായിട്ട് ആദ്യം കാണിച്ചു കൊടുത്തു. ആ ടാസ്കിലും ഇവൻ അടിപൊളി പെർഫോം ചെയ്തിട്ട് എൽദോക്ക് അങ്ങനെ ബുദ്ധിപരമായിട്ടുള്ള സാധനങ്ങൾ ഭയങ്കര ഇതാണ് തോന്നുന്നു. ഭയങ്കര രാകേഷും കൃത്യമായിട്ട് ഓർത്തു വെച്ചിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു. ഷിജിന്റെ ക്യാപ്റ്റൻസി തേഞ്ഞു പൊട്ടി ഇല്ലാതായി. അല്ല, അത് വിളിച്ചെടുക്കണല്ലോ ആൾക്കാരെ.
ഗെയിമിന് വിളിച്ചെടുക്കണം. ഫിസിക്കൽ ടാസ്ക് വിചാരിച്ചിട്ടാണ്. ഫിസിക്കൽ ടാസ്കിനാണ് അതിനകത്തുള്ളത്. അല്ല, ആണുങ്ങളെ വിളിച്ചത് അത് ഉദ്ദേശിച്ചിട്ടാവും ഷിജി വിളിച്ചിട്ടുണ്ടാവുക. ഞാൻ പറയുന്നത് എന്താ വെച്ചെങ്കിൽ ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിക്ക് ആൾക്കാരെ പറഞ്ഞയക്കണം എന്നുള്ളൊരു പരിപാടി ഉണ്ട്, മനസ്സിലായി. ഇതിൽ ശ്യാം നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സാധനങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ട്. ശ്യാമിന് എത്ര വട്ടം പറഞ്ഞിട്ട്, അവര് എൽദോൻ എത്ര വട്ടം പറഞ്ഞിട്ട്, മാറ്റണ്ട അതിനകത്ത്. സോ ആസ് എ ക്യാപ്റ്റൻ അതില് കുറച്ച് പാളി. പിന്നെ ആ ടീം, ഇവന്റെ ടീം അടിപൊളിയായി പെർഫോം ചെയ്തു. പറയാം, എൽദോന്റെ ടീം കിടലായിട്ട് പെർഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് എഗെയിൻ എൽദോക്ക് എന്ത് കിട്ടി, ഒരു പെൻഡന്റ് കിട്ടിയിട്ട് ആ പെൻഡന്റിന്റെ പവറായിട്ട് കുറച്ചു നേരം നിന്ന് സംസാരിക്കാനുള്ള ഒരു ചാൻസ് കിട്ടി. എൽദോ അത് കൊണ്ടുപോയി കളഞ്ഞു പിടിച്ചു. എൽദോ എന്താ പറയുന്നത്, എൽദോന് ഒരു പിടുത്തമില്ല. എൽദോ മറ്റേ പാർട്ടി പ്രസംഗം പോലെ നിന്നിട്ട്, അതായത് മാരാര് ചോദ്യം, ഇത് നിന്റെ ശത്രുക്കളെ അടിക്കാൻ നിനക്ക് കിട്ടിയൊരു ഓപ്പൺ ചാൻസ് ആണ്. കാരണം ഒറ്റയ്ക്കല്ലേ, വേറെ ആരും ക്രോസ് ചെയ്യണില്ല, ആരെ കുറിച്ച് എന്ത് വേണേ പറയാം. ഇത് അത് പറയുന്നതിന് പകരം എല്ലാരെയും ബട്ടറടിച്ച് സൂചിപ്പിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ നോർമലായിട്ട് അവിടെ ആൾക്കാരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം, പിന്നെ സ്വന്തം പൊക്കിത്തരവും പറഞ്ഞിട്ട് ആ സാധനം ക്ലോസ് ചെയ്തു. ഞാൻ നാട്ടിൽ ഇങ്ങനെ മറ്റേതെന്ന് പറയുന്നത്. അപ്പൊ അത് നൈസായിട്ട് അങ്ങോട്ട് എൽദോന്റെ കയ്യിൽ നിന്ന് അവിടെയും പോയി. എൽദോക്ക് ടഫാണ്. നാട്ടുകാരനെ കുറച്ച് ടഫായിട്ട് എടുക്കും തോന്നുന്നു. അതുകൊണ്ട് ഇവര് ഷിജിനെ ഒന്ന് പേടിപ്പിച്ചു. ഷിജിനെ പേടിപ്പിക്കുന്നത് നല്ലതാണ്. ഷിജിൻ കുറച്ചായിട്ട് ഡൗണുമാണ് ഷിജിനെ സംബന്ധിച്ചിടത്തോളം. ഷിജിൻ ബിഗ് ബോസിനകത്ത് കേറി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഷിജിൻ കുറച്ചായിട്ട് ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കാണിക്കുന്നുണ്ട്. ആദ്യം വന്ന സമയത്തുള്ള ഒരു അഗ്രഷനും ഒരു ചാടിക്കളി അല്ലേ, ഒരു ഫയർ ഷിജിനില്ല. ആ ഒരു 12 കൂടി എത്തി കോട്ടൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഷിജിൻ ബിഗ് ബോസ് എത്തിയില്ല, ആലേണ്ട അപ്പുറത്തുപ്പുറത്തിന്റെ കയ്യാവും എന്നുള്ള രീതിക്കാണ് നിൽക്കണം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ അല്ലേ. എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. എവിടെയാണ് നിങ്ങൾ പോയത്? ബാംഗ്ലൂര് കോരമംഗലം 4th ബ്ലോക്കില് ഒരു സെറ്റപ്പ് ഉണ്ട്, അവിടെയാണ് പോയത്. പക്ഷെ ഇതെങ്ങനെ ആൾക്കാർ കണ്ടുപിടിച്ചെന്ന് അറിയാത്ത. അത് മാസ്ക് ഒക്കെ ഇട്ട് പോണ്ടേ? ഇതാണ് എനിക്കും ചിലത് പറയാനുണ്ട്. ഇതാണ് എന്റെ ക്യാപ്ഷൻ. ഇതാണ് ക്യാപ്ഷൻ. എനിക്കും ചിലത് പറയാനുണ്ട്. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു തന്നെയാണല്ലോ ഞാൻ ഭർത്താവായിട്ട് സ്വീകരിച്ചത്. ഞാൻ ഇവിടെ ഉള്ളപ്പോ കയ്യാദുലോഹറിന്റെ പിന്നാലെ പോവാ. IPL കയ്യാടുല്ലോ, അത് മര്യാദയ്ക്ക് പറയാൻ പഠിക്കുക. എനിക്ക് കണ്ട പെണ്ണുങ്ങളെ പേരൊന്നും പറഞ്ഞ ആവശ്യം. എന്താണോ വിളിക്കുക? IPL കാണാൻ പോണു, ഫൈനൽ കാണാൻ പോണു. ബാംഗ്ലൂരിലെ വ്യവസായി അല്ലെ, ബാംഗ്ലൂർ ബിസിനസ് ഒക്കെ ഉണ്ടല്ലേ, ഞാൻ അറിയാതെ പൈസ ബടക്കേ അത് എഴുതിണ്ടാക്കിയോനെ. എനിക്ക് എന്ത് കച്ചവടമാണ് ബാംഗ്ലൂരിൽ? അല്ല, അപരാധ ന്യൂസേ. എനിക്ക് എന്ത് കച്ചവടം ആൾക്കാരുണ്ട്. സീരിയസ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. എന്റെ അമ്മ വരെ എന്നോട് വിളിച്ചിട്ട് ചോദിക്കും, അല്ല പോലെ അടക്കം നടിയായിട്ട് എന്താ? അമ്മ ഏത് നടി? കയാടുലോഹറ. ഇനി വിറ്റെന്താ എനിക്ക് ഈ കയാടുലോഹർ ആരാന്നാ ഇനി അറിയില്ല. ഇത് എത്ര പേരറിയും എന്റെ നാട്ടിൽ നിന്നൊക്കെ അയച്ചിട്ട് എന്നോട് ചോദിക്കാം, ഓ ഒരു നടീനായിട്ടില്ല എനിക്ക് സെറ്റപ്പ്. ഇവരെന്തറിയോ ഇവർക്ക് ഞാൻ പറയാം, നാട്ടിൽ തെറ്റിദ്ധരിക്കാനുള്ള ഏറ്റവും വലിയ റീസൺ പറഞ്ഞതാണ്. ഒന്ന് ബാംഗ്ലൂർ, കാരണം ഞാൻ കുറെ കാലമായിട്ട് ബാംഗ്ലൂരിലുള്ള ഒരാളാണ്. രണ്ടാമത് IPL ഞാൻ കയാടുലോഹറിന് സ്നേഹം. ഞാൻ എങ്ങനെ, എനിക്ക് അത്ര കഴിവില്ല. ഇന്ന് ആലോചിച്ച് നോക്ക്. എന്നോട് ഇങ്ങോട്ട് പറയണോ? എന്റെ ട്രൈ കണ്ടാലും കൂടി വീടില്ല. കണ്ണുപൊട്ടത്തിന്നൊന്നും പറയാൻ പാടില്ല, കണ്ണ് കാണാത്ത കുട്ടിന്നൊന്നും പറയാൻ പാടില്ല. നല്ലൊരു ആക്ടറാണ്. പക്ഷെ എന്താ അബദ്ധം പറ്റിയെന്ന് ആരെങ്കിലും വിചാരിക്കോ? എന്റെ ഏറ്റവും രസം ഒരു വീഡിയോന്റെ കമന്റ്, എടാ നീ ആദ്യം നിന്റെ ഇത് നന്നാക്കുന്നിട്ട് നീ ബാക്കിയുള്ളവരുടെ പിന്നാലെ നടക്കുന്നതിന് പകരം കഥ ഇങ്ങനെ സ്വന്തം റൂമിൽ പോയ കഥ സ്വന്തം കാര്യം നന്നാക്കുന്നത് കയ്യാടുള്ളവരുടെ സംഭവം വെച്ചിട്ട് അതിന്റെ അടിയിൽ കമന്റ് വേറൊരുത്തട്ടിക്കാണ്. എടാ പൊട്ട, ആ ഫോട്ടോയിൽ കാണുന്നത് സീക്രട്ട് ഏജന്റ് അല്ല, അത് കാന്താരയിലെ നായകനാണ്. ആ താടി മുടിയും കണ്ടിട്ട് ഓന് വിചാരം ഋഷഭ് ഷെട്ടി എന്നാണ്. എടാ പടുവാമി, ഫോട്ടോ ഇന്ന തന്നെ വെച്ചത് ഋഷഭ് ഷെട്ടി എന്നല്ലത്. എന്തൊക്കെ ഞാൻ നോക്കുമ്പോഴേ എനിക്ക് വേറെ എന്റെ ഒരു മറ്റേ ഗ്രൂപ്പില്, ചെക്കന്മാരുള്ള ഗ്രൂപ്പില് ഇത് ഫോർവേഡ് ചെയ്തിട്ട് എന്നോട് ചോദിക്കുകയാണേ, എപ്പളാ എന്തപ്പളാ? എടാ അത് കയാടുലോഹറാണ്. എന്താ ഓക്ക് എന്റെ ഒപ്പം വന്നൂടെ? ഓക്കിന്റെ ഒപ്പം വന്നൂടെ എന്നൊക്കെ ഞാൻ ചോദിച്ചു. എടാ നാറികളെ, ഓക്കിന്റെ ഒപ്പം വരാം നിങ്ങൾക്ക് തീരെ ഉളുപ്പില്ല.
ഞാൻ ഇങ്ങനെ ഞാൻ അത് എനിക്ക് വേണം, കർമ്മം എനിക്ക് ആവശ്യമാണ്. അല്ല 2 ദിവസം മുന്നേ ഷസാമിന്റെ വന്നിരുന്നു, ഷസാമും ദൃശ്യം, ഞാൻ ഷസാമിന് അയച്ചു കൊടുത്തിരുന്നു, ഷസാമ് തിരിച്ച് എനിക്ക് അയച്ചിട്ട്. അല്ല ഇങ്ങനെ നാട്ടിലെല്ലാവരും കാര്യം അതാണ്. ഒരു പെണ്ണിട്ട് കമന്റ് എത്തിക്കിട്ട് ഫേസ്ബുക്കിൽ ഇതിന്റെ അടിയില് എന്താ നീ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് പോയപ്പോ മനസ്സിലായില്ലേ, സ്വന്തം ജീവിതം നന്നാക്കി നോക്കും, എന്നിട്ട് മതി ബാക്കിയുള്ളവർ നന്നാക്കുന്നത്. എന്നാലും എന്നെ ചതിച്ചു ഗൈസ്, സങ്കടം വരുന്നുണ്ട്. ഇനി ഞാൻ വേറെ വല്ല സിനിമ നടന്മാരെ കിട്ടുമോ നോക്കട്ടെ. ഇവിടെ ഉള്ള ഒരു കയാടിനെ തന്നെ മനുഷ്യന് സഹിക്കാൻ പറ്റില്ല. എന്താ കയാടുള്ള കുഴപ്പം? ഡേറ്റിംഗിലല്ലേ, IPL ഫൈനൽ കാണാൻ പോയില്ലേ ഒരുമിച്ച്? വെറുതെ അല്ല, ഞാൻ ഫൈനൽ കാണുന്ന സമയത്ത് എവിടെയോ കണ്ട പോളിക്ക് ഓർമ്മ തോന്നി. ആ സ്ക്രീൻ്റെ അല്ല, അവിടെ വേറെ റൂമിലായിരുന്നോ? സ്റ്റേഡിയത്തില് കണ്ടെന്നാണ് പറഞ്ഞത്. കോർപ്പറേറ്റ് ബോക്സ് കണ്ട പോലെക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി നാളെ ഗബ്രീന്ന് വിളിക്കല്ലോ, ഓനാണ് RCB ടിക്കറ്റ് വന്ന് ചിലപ്പോ ഞങ്ങളുടെ വിളിക്കും. വിളിച്ചോട്ടെ ഗബ്രീനെ. അയ്യോ, ഞാൻ നല്ല ആലോചിച്ച് നോക്കുന്നത് നമ്മളെ നാട്ടിലൊരു ഗതികേട് ഒക്കെ വിശ്വസിക്കുന്ന വിശ്വസിച്ചൊരു അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. മിനിമം പാവം ഞാൻ നന്നായി അങ്ങനെങ്കിലും ഇതിനെ കുറിച്ച് കൊണ്ട് അവരാതെ പറയാൻ പറ്റില്ല. ഞാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പൊ ഇനി അവരാതെ ഇനി വന്നല്ലോ, ഇനി അതും കൂടി പറയട്ടെ. ഇതേ ഇനി വേറെ വല്ലതും പറയണ്ടോ? എന്ത് പറയാ, പലതും ഉണ്ടാവും. ഇനി വേറെ വല്ല ഞാൻ ആൺകുട്ടിയില്ല, അല്ല ഇപ്പൊ ലൈസൻസ് ആയല്ലോ, ഞങ്ങൾ റൂം കൊണ്ടുപോകണല്ലോ. ഞാൻ റൂം കൊണ്ടുപോകണം അല്ലെ, ഇന്നങ്ങനെ ആക്കിയല്ലോ, ഞാൻ റൂം കൊണ്ടുപോകണാണല്ലോ, ഞാൻ ഡേറ്റ് ചെയ്യണവനാണല്ലോ. ആണ് യെസ് ഓഫ് കോഴ്സ്. ഇനി ആരും കൂടെ വന്നാലും ഇത് പറയാലോ അല്ലേ? ആയിക്കോട്ടെ, മനസ്സിലായി. നന്ദിയുണ്ട് മോനെ, നന്ദിയുണ്ട്. ഉണ്ടാക്കിയത് ഏത് എണ്ടിയാണെന്നുണ്ടെങ്കിൽ നന്ദിയുണ്ട്. കാരണം എന്താ അറിയോ, ഇനി എന്ത് വന്നാലും ഏയാന്ന് പറഞ്ഞാൽ അവരത് എനിക്കും പറയാം. അതെ, എല്ലാരും പറഞ്ഞ പോലെ വോയിസ് ഫോട്ടോ ഒക്കെ ചെയ്യാണ്. സായി ഇന്റലിജൻസ് അല്ല, SK സായി കയാടു. എന്താ ഊതി? ഒന്ന് അന്വേഷിക്കട്ടെ ബാംഗ്ലൂർ പോയിട്ട്. കയാടൂല റൂം കൊടുത്തു. അതിനിടയിൽ വേറൊരു കോൺസ്പിറസി തിയറി പ്രബി വഴി എന്താ അറിയോ, കയാടൂലോഹർ എന്നുള്ളത് തെറ്റിദ്ധരിച്ചതാവും. ചിലപ്പോ വേറെ ഏതെങ്കിലും ഒരു ആംഗിൾ നോക്കിയപ്പോ അത് കയാടുമായിട്ട് തോന്നിയതായിരിക്കും. ഓലതിനിടയില് അങ്ങനെ ഒരു തിയറി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ല പ്രബി, ഞാനുള്ള ഇവനെ കൊണ്ടുപോയിട്ടുള്ളത്, ഞാനത് ഇവനെ എപ്പോ വണ്ടി എടുത്തിട്ട് പോയിട്ട് ഇത്ര മുടിയുണ്ട് ഇവരെ കണ്ടിട്ട് അല്ല, ഞാനല്ലോ ഇവനെ കൊണ്ടുപോയിട്ടുള്ളത് ബാംഗ്ലൂർ, ഞാൻ അറിയാതെ ഇവൻ എങ്ങോട്ടാ പോയത്. വണ്ടി കാർ പോയപ്പോ പിന്നെ മുടി തലം കണ്ടിട്ട് വഴിയില്ല. അപ്പോ ഞങ്ങൾ നിർത്തുന്നു അല്ലേ, സമയം കുറേ.